ഇപ്പം ആൾക്കാർ ഈ അൺസർട്ടനിറ്റി ആയിട്ടുള്ള ബ്രിട്ടനിലോട്ട് എന്തിനാണ് കുടിയേറുന്നത്? കാരണം ബ്രിട്ടനിൽ എക്കണോമിക് ക്രൈസിസ് ആണ്, ഒരു റെസഷൻ്റെ മോഡാണ്. ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ അകത്ത് എന്താണ് യാഥാർത്ഥ്യം? ഒരു ജേർണലിസ്റ്റിക്കലായിട്ടുള്ള ഒരു എൻക്വയറിയാണ്, വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ് നടത്തി എന്തുവാണ് ഈ സംഭവം, എന്താണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ജേർണലിസത്തിനകത്ത് ഒരു സ്പിൻ ഡോക്ടേഴ്സ് ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ അല്ല ഒരു സംഭവത്തിനെതിരെ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ മറിച്ചിടാൻ വേണ്ടി വേറെ രീതിയിൽ റിപ്പോർട്ട് അങ്ങ് മാറ്റും. ഇതൊരു ഗെയിമാണ് ബേസിക്കലി. അപ്പോൾ ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ടെലഗ്രാഫിൽ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാരുമായിട്ട്, കാരണം ഈ എമിഗ്രേഷനും ആ സംഭവങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരോടും റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള പെൻസിൽവാനിയയിലുള്ള 1-2 പേരും അവരോടൊക്കെ ചോദിച്ചു എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ യഥാർത്ഥ സത്യം. അപ്പോഴാണ് യഥാർത്ഥം പുറത്തു വരുന്നത്. ഈ പോകുന്നവർ വലിയൊരു ഭൂരിഭാഗം ആൾക്കാർ പോകുന്നുണ്ട്, ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ്. പിന്നെ കുറച്ച് പേര് ഈ ഡെമോക്രാറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഇരുന്ന സമയത്ത് ആ ഗവൺമെൻറ്റിൻ്റെ പല പ്രോജക്ട്സുകളും അതിനകത്ത് USAID ആണെങ്കിലും മറ്റു പല രീതിയിൽ അത് അനുഭവിച്ചവരാണ്. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ പലതും എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ട്രംപ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ ഇവിടെ യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസിലോ ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല.